ലബനോനിൽ യേശുക്രിസ്തുവിനായി ജീവിച്ചു മരിച്ച വിശുദ്ധ ഷാർബേൽ മക്ലൂഫിന്റെ മധ്യസ്ഥതയാലാണ് ലബനോനിലെ മെസാരിബിൽ നിന്നുള്ള നൊഹാദ് അൽ ഷാമിക്ക് തളർവാദത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത്. 1993 ജാനുവരി 9 വൈകുന്നേരമായിരുന്നു 12 മക്കളുടെ അമ്മയായ ഷാമിക്ക് ഇടത് കൈകാലുകളിലും മുഖത്തുമായി ഗുരുതരമായ തളർച്ച അനുഭവപ്പെട്ടത്. അപ്പോൾ തന്നെ ജിബ്ബയിലുള്ള സെന്റ് മാരിടൈം ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് നിരന്തര പരിശോധനകൾക്ക് ശേഷമാണ് ഇടത്തെ തലച്ചോറിൽ 80% വലതിൽ 70% രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അസുഖം ഒരിക്കലും ചികിത്സിച്ച് സുഖപ്പെടുത്താനാവാത്ത ഹെമിപ്ലീജിയ എന്നറിയപ്പെടുന്ന തളർവാദമാണെന്ന് മനസ്സിലാക്കുന്നത്. ഏകദേശം 9 ദിവസം ഷാമിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഷാമിയുടെ 12 മക്കളിൽ മൂത്തമകനായ സാദ് ലബനോനിലെ അന്നായായിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും നാമധേയത്തിലുള്ള ആശ്രമത്തിൽ പോവുകയും തന്റെ അമ്മയുടെ സൗഖ്യത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ആശ്രമത്തിലാണ് വിശുദ്ധ ഷാർബേൽ ഉപവാസവും പ്രാർത്ഥനയും ജോലിയും നിദ്രയുമായി വർഷങ്ങളോളം താപസ ജീവിതം നയിച്ചിരുന്നത്. ഇവിടെ നിന്ന് വെഞ്ചിരിച്ച തൈലവും വിശുദ്ധ ഷാർബേലിന്റെ കബറിടത്തിൽ നിന്നെടുത്ത കുറച്ചു മണ്ണും കൊണ്ടുപോയ സാദ് തൈലം അമ്മയുടെ തളർവാദം വന്ന കൈകാലുകളിൽ പുരട്ടുകയും അതുമൂലം ശരീരത്തിൽ അല്പം ചലനമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയ നൗഹാദ് അൽ ഷാമിക്ക് 1993 ജാനുവരി 22 ഒരു സ്വപ്നമുണ്ടാവുകയും സ്വപ്നത്തിൽ 2 മാറനൈറ്റ് സന്യാസിമാർ ഷാമിയുടെ കട്ടിലിന് സമീപം നിൽക്കുന്നത് കാണുകയും അതിൽ ഒരാൾ തന്റെ കഴുത്തിൽ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതായും ഒരാൾ തലയണ കൊണ്ട് ഷാമിയുടെ തീവ്രവേദന സുഖപ്പെടുത്തുന്നതായും കണ്ടു. നൗഹാദ് അൽ ഷാമി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ തന്റെ കഴുത്തിൽ ഇരുഭാഗത്തും നീളത്തിൽ ഓപ്പറേഷൻ ചെയ്ത പാടുകൾ കാണുകയും തന്റെ തളർവാദത്തിൽ നിന്ന് പരിപൂർണമായും സുഖപ്പെട്ടിരിക്കുന്നതായും കണ്ടു. പിന്നീട് ഷാമിക്ക് സ്വപ്നത്തിൽ വിശുദ്ധ ഷാർബൽ പ്രത്യക്ഷപ്പെടുകയും ക്രിസ്തുനാമത്തിൽ താനാണ് സൗഖ്യം നൽകിയതെന്നും ഈ സൗഖ്യത്തിന്റെ സാക്ഷ്യം ജനങ്ങൾ അറിയണമെന്നും വിശ്വാസത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്നും വിശുദ്ധൻ പറയുകയുണ്ടായി. എല്ലാ മാസത്തിലും 22-ാം തീയതി വിശുദ്ധൻ താമസിച്ചിരുന്ന സന്യാസ ഭവനം സന്ദർശിക്കണമെന്നും ദിവ്യബലിയിൽ ദിനവും പങ്കെടുക്കണമെന്നും വിശുദ്ധ ഷാർബേൽ സ്വപ്നത്തിൽ നൗഹാദ് അൽ ഷാമിയോട് പറയുകയുണ്ടായി. നൗഹാദ് അൽ ഷാമിയുടെ സൗഖ്യ സാക്ഷ്യം അനേകം ആളുകൾ കേൾക്കുകയും ലബനോനിലേക്ക് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലബനോനിലെ വിശുദ്ധനായ ഷാർബേൽ മക്ലൂഫിന്റെ മധ്യസ്ഥതയാൽ അത്ഭുത സൗഖ്യം ലഭിച്ച നൗഹാദ് 2025 മെയ് 14 തന്റെ നിധിസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1875 മുതൽ 5-ാം നൂറ്റാണ്ടിലെ വിശുദ്ധരിൽ ഒരാളായിരുന്നു വിശുദ്ധ മാറോനൈറ്റിന്റെ ജീവിതശൈലി അനുകരിച്ച ഷാർബേൽ. 1875 മുതൽ 5-ാം നൂറ്റാണ്ടിലെ വിശുദ്ധരിൽ ഒരാളായിരുന്ന വിശുദ്ധ മാറോനൈറ്റിന്റെ ജീവിതശൈലി അനുകരിച്ച ഷാർബേൽ തന്റെ 47-ാമത്തെ വയസ്സിൽ തപശ്ചര്യകൾ നിറഞ്ഞ സന്യാസ ജീവിതം ആരംഭിച്ചു. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിനുടമയായ ഷാർബേലിന്റെ പ്രശസ്തി വർദ്ധിച്ചു വരികയും അനേകം ആളുകൾ ആശ്രമത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഉപവാസവും ദിവ്യകാരുണ്യ ആരാധനയോടുള്ള ഭക്തിയും ദിനചര്യയായി അനുവർത്തിച്ച ഷാർബേൽ 1898 ഡിസംബർ 24 ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. മരണത്തിന് ശേഷം ഉടൻ തന്നെ ക്രൈസ്തവരും വിജാതീയരുമായ ഒരു കൂട്ടം ആളുകൾ ഷാർബേലിന്റെ കബറിടം തീർത്ഥാടന കേന്ദ്രമാക്കുകയും ഷാർബേൽ വഴി നിരവധി രോഗസൗഖ്യങ്ങൾ ലഭിക്കുവാനും തുടങ്ങി. 1965 വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തപ്പെട്ട ഷാർബേലിനെ 12 വർഷത്തിനു ശേഷം വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചു.